ഹലോ, അപ്പൊ നമ്മള് സെക്കൻഡ് ഇയർ ബിഡിഎസിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ പാർട്ട് 2 ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ റീലില് ഞാൻ ലിങ്ക് ചെയ്തേക്കാം. സോ നമ്മൾ തേർഡ് ഇയർ ബിഡിഎസിന്റെ വീഡിയോ ഇടുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് നമ്മൾ തേർഡ് ഇയർ തൊട്ട് ക്ലിനിക്സിലൊക്കെയാണ് കയറുക. സോ നമുക്കൊരു 9 സ്പെഷ്യാലിറ്റീസ് ഉണ്ടായത് 9 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ തേർഡ് ഇയറിലോട്ട് കയറുക. നമുക്ക് പാർട്ടിൽ നമുക്ക് തേർഡ് ഇയർ ബിഡിഎസിനെ പറ്റി ഇടാം. സോ നമുക്ക് 9 ഡിപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. ആദ്യം ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ 9 ഡിപ്പാർട്ട്മെന്റ്സ്. First one is the Department of Oral Medicine and Radiology, then Department of Oral and Maxillofacial Surgery, then Department of Pediatric Dentistry, then the Department of Prosthodontics, then Department of Conservative Dentistry and Endodontics, then Department of Public Health Dentistry, then Department of Periodontics, then Department of Oral Pathology, then Department of Orthodontics. എല്ലാം ഞാൻ കവർ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓറൽ മെഡിസിൻ റേഡിയോളജിയിൽ നമുക്ക് മെയിൻ ആയിട്ട് മീൻസ് കേസ് ഹിസ്റ്ററി ടേക്കിംഗ്, അതായത് ആദ്യമായിട്ടൊരു പേഷ്യന്റ് വരുമ്പോൾ അങ്ങനെ പേഷ്യന്റ് ഡയഗ്നോസിസ് കാര്യങ്ങള്, പിന്നെ റേഡിയോളജി മീൻസ് നമ്മൾ എക്സ്റേ എടുക്കണം, പല്ലിന്റെ എക്സ്റേ ഒക്കെ എടുക്കുമല്ലോ, നമ്മൾ IOPR എന്നൊക്കെയാണ് പറയുക എക്സ്റേന്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഓറൽ മെഡിസിൻ റേഡിയോളജിയിൽ ഞാൻ ഓടിച്ച് പറയാണ് ജസ്റ്റ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാക്ഷൻ കേസുകൾ, അതായത് നമ്മൾ പല്ല് പറിക്കുന്നത്, അല്ലാതെയുള്ള ചെറിയ ചെറിയ സർജറീസ്, മൈനർ സർജറി ഉണ്ട്, മേജർ സർജറികളുണ്ട്, അതൊക്കെ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിയിലാണ് വരിക. പിന്നെ നമ്മള് പീഡിയാട്രിക് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മീൻസ് 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ട്രീറ്റ്മെന്റ്സ് എല്ലാം അതിൽ വരും. ദാറ്റ് ഈസ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി. പ്രോസ്റ്റോഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ നമ്മൾ പല്ല് സെറ്റ് വയ്ക്കുന്നത്, അതിന് CD, RPD, FPD അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആ ഇയറുകളിൽ വെച്ച് ഞാൻ പറയാം. ദെൻ വരുന്നത് ഓർത്തഡോണ്ടിക്സ്. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ നമ്മൾ പല്ല് കമ്പിടുന്നത് മീൻസ് ബ്രാക്കറ്റ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെന്റ്സ്, കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ്, അതൊക്കെയാണ് ഓർത്തഡോണ്ടിക്സിൽ വരുന്നത്. പിന്നെ വരുന്നത് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി. പബ്ലിക് ഹെൽത്തില് അത് നമ്മൾ കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി എന്ന് പറയും. അപ്പൊ നമ്മള് ക്യാമ്പുകള്, കാര്യങ്ങള് അങ്ങനത്തേനൊക്കെ പോവും. പിന്നെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് ഓർത്തഡോണ്ടിക്സ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫില്ലിങ് ചെയ്യണം, അടയ്ക്കുന്നത്, റൂട്ട് കനാല്, അങ്ങനത്തെ പ്രൊസീജിയർ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് ഈ സ്പെഷ്യാലിറ്റീസിൽ വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് അതില്, അത് നമുക്ക് വഴിയെ പറയാം. പിന്നെ ഉള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിയോഡോണ്ടിക്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിയോഡോണ്ടിക്സ് നമ്മുടെ മോണ ഇത് ചെയ്യാം, നമ്മുടെ മോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, അതൊക്കെ ആ ഡിപ്പാർട്ട്മെന്റിലാണ്. അല്ലാതെ കുറെ സർജറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ പെത്തോളജി. ഓറൽ പെത്തോളജി ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഡിസീസസ് ഡയഗ്നോസിസ് ചെയ്യാനേ, പിന്നെ നമ്മൾ ബയോപ്സിയുടെ കാര്യങ്ങള്, അങ്ങനെ കുറെ ഉണ്ട് നമ്മുടെ ഓറൽ പെത്തോളജിയിൽ. സോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ തേർഡ് ഇയർ BDS ആയിട്ട് കാണാം.